CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ ആവേശോജ്വല സ്വീകരണം. വാദ്യമേളങ്ങളോടെ എരിപുരത്ത് നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ജാഥയെ സ്വീകരിച്ചു. ഇടത് സർക്കാരിന്റെ വികസന നേട്ടം മൂന്നാം തവണയും LDFനെ അധികാരത്തിലെത്തിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ ആവേശകരമായ സ്വീകരണം നൽകി. രാവിലെ 10:30ഓടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിൽ ആവേശോജ്വല സ്വീകരണം നൽകിയത്. പഴയങ്ങാടി സർക്കിളിൽ വെച്ച് വാദ്യമേളങ്ങളോടുകൂടി ജാഥയെ സ്വീകരിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പൊതുസമ്മേളനവും നടന്നു. കടുത്ത അവഗണനയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും കേരളം ഇന്ത്യയുടെ ഭാഗമല്ലെന്ന നിലപാടാണ് കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനം കാണിക്കുന്നതെന്നും അതിവേഗ റെയിൽവേ എന്ന കേരളത്തിന്റെ സ്വപ്നത്തിന് തുരങ്കം വയ്ക്കുകയാണെന്നും കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് UDFും സ്വീകരിക്കുന്നതെന്നും കേരളത്തിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ LDF മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആരാ നിക്ഷേപിക്കാൻ തയ്യാറില്ലാത്തത്? കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസ തന്നിട്ടില്ല. എന്നിട്ട് ലോകോത്തരമായിട്ടുള്ള ഈ പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ഇനി 2, 3, 4 ഘട്ടം ഒറ്റയടിക്ക് പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മദർ ഷിപ്പ് 4 വന്ന് നിരത്താം, ഒപ്പം വരാം. 4 മദർ ഷിപ്പ് കയറി വരുന്ന ഒരു കാഴ്ച നിങ്ങൾ ആലോചിക്കുക. ചെറിയ കപ്പലുകൾക്കും വരാം. ഇങ്ങനെ ലോകോത്തരമായ രീതിയിലുള്ള വളർച്ചയിലേക്കാണ് കേരളം കുതിക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കിഫ്ബിയെ പറ്റി പറഞ്ഞതെങ്കിൽ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒന്നായിരിക്കും വിഴിഞ്ഞം. PV ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MP, PK ശ്രീമതി, K പത്മനാഭൻ, TV രാജേഷ്, M വിജിൻ MLA, KK രാഗേഷ്, N സുകന്യ, P ഗോവിന്ദൻ, V വിനോദ് എന്നിവർ സംബന്ധിച്ചു. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, KH സുബ്രഹ്മണ്യൻ, ഉണ്ണിമാധവൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.